ഹലോ ആൾ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഹൗ ടു സെലക്ട് എ ഗുഡ് ഹെൽത്ത് ഇൻഷുറൻസ്. കാരണം സെലക്ടിങ് എ ഗുഡ് ഹെൽത്ത് ഇൻഷുറൻസ് ഇസ് നോട്ട് ഈസി. ഇൻഫാക്ട് ഇറ്റ് ഈസ് വെരി ഹാർഡ്. ഈ ഇൻഷുറൻസ് കമ്പനികൾ അയച്ചു തരുന്ന ഈ 30 പേജിന്റെ പോളിസി വേർഡിങ്സ് വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ തല പൊളിയും. സോ ഇൻ ദിസ് വീഡിയോ വാട്ട് ഐ എം ട്രൈങ് ടു ഡു ഇസ് മേക്ക് ദിസ് പ്രോസസ് ഈസി ഫോർ യു ത്രൂ എ സിമ്പിൾ ചെക്ക് ലിസ്റ്റ്. ഒരു പേഴ്സണൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ഞാൻ ചെയ്ത റിസർച്ചിന്റെ ഒരു ഡിസ്റ്റിൽഡ് വെർഷനാണ് ഈ ചെക്ക് ലിസ്റ്റ്. ഈ ചെക്ക് ലിസ്റ്റിലത്തെ എല്ലാ ക്രൈറ്റീരിയ മാച്ച് ചെയ്യണ ഒരു പോളിസി നിങ്ങൾക്ക് കണ്ണടച്ചുകൊണ്ട് എടുക്കാം. ഇനി നമുക്ക് ഈ ചെക്ക് ലിസ്റ്റിലത്തെ ഓരോ ക്രൈറ്റീരിയയും ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. ഫസ്റ്റ് ക്രൈറ്റീരിയ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ആണ്. എന്താണ് ഈ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ? ഒരു കമ്പനിയുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ക്ലെയിംസ് സെറ്റിൽഡ് ബൈ നമ്പർ ഓഫ് ക്ലെയിംസ് റിസീവ്ഡ്. ഇത് ഹൈ ആണെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ക്ലെയിം കമ്പനി ഓൺ ടൈം സെറ്റിൽ ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ടെന്നാണ്. 3 കൊല്ലത്തെ ഒരു ആവറേജ് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ 90% മുകളിലുള്ള ഒരു കമ്പനി വേണം നിങ്ങൾ പേഴ്സണൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ സെലക്ട് ചെയ്യാനായിട്ട്. സെക്കൻഡ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് ആണ്. ഇൻഷുറൻസ് കമ്പനിക്ക് ടൈപ്പ് ഉള്ള ഹോസ്പിറ്റലുകളാണ് ഈ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് എന്ന് നമ്മൾ ഇൻഷുറൻസിൽ വിളിക്കുന്നത്. മിനിമം 7500 നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് എങ്കിലും കവറേജ് ഉള്ള ഒരു പോളിസി വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. നമ്മുടെ ചെക്ക് ലിസ്റ്റിലെ 3ാമത്തെ ക്രൈറ്റീരിയ കോ പേയ്മെന്റ് ഓപ്ഷൻ ആണ്. ഇൻഷുറൻസ് ക്ലെയിമിന്റെ 1% നിങ്ങളും ബാക്കി ശതമാനം കമ്പനിയും പേ ചെയ്യുന്ന സ്കീമാണ് കോ പേയ്മെന്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഒരു 20% കോ പേയ്മെന്റ് ഉള്ള ഒരു പോളിസി ആണെങ്കിൽ നിങ്ങൾക്ക് കോ പേയ്മെന്റ് ഇല്ലാത്ത പോളിസിനേക്കാളും ഒരു 25% പ്രീമിയം ഡിസ്കൗണ്ട് കിട്ടും. ചില കേസിൽ ഇൻഷുറൻസ് കമ്പനി കോ പേയ്മെന്റ് മാൻഡേറ്ററി ആക്കും. അതായത് നിങ്ങൾക്കൊരു പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഉള്ള കേസിൽ, ആ കേസിൽ നമുക്ക് ഓപ്ഷൻ ഇല്ല. പക്ഷെ മാൻഡേറ്ററി അല്ലാത്ത കേസിൽ നിങ്ങൾ ഒരിക്കലും കോ പേയ്മെന്റ് ഉള്ള ഓപ്ഷൻ എടുക്കരുത്. കാരണം ലോങ് റണ്ണിൽ നിങ്ങൾക്ക് അത് നഷ്ടക്കച്ചവടമായിരിക്കും. ഇതെങ്ങനെയാണെന്നുള്ളത് ഒരു സിമ്പിൾ എക്സാമ്പിൾ ത്രൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു 20% കോ പേയ്മെന്റ് ഉള്ള ഒരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ലാഭിക്കാൻ പോകുന്നത് 1750 റുപ്പീസ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ഒരു വർഷം ഒരു 2 ലക്ഷം രൂപയുടെ ഒരു ക്ലെയിം വന്നു വിചാരിക്കുക. 20% നിങ്ങൾ വേണം അടയ്ക്കാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് 40,000 രൂപ നിങ്ങൾ എടുത്ത് അടയ്ക്കണം. നമ്മൾ 22 കൊല്ലം ഈ 1750 രൂപ ലാഭിച്ചാലാണ് ഈ 40,000 രൂപ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കഴിവതും നിങ്ങൾ കോ പേയ്മെന്റ് ഉള്ള പോളിസി ഓപ്റ്റ് ചെയ്യരുത്. 4ാമത്തെ ക്രൈറ്റീരിയ റൂം റെന്റ് റെസ്ട്രിക്ഷൻസ് ആണ്. റൂം റെന്റ് റെസ്ട്രിക്ഷൻ ഇല്ലാത്ത ഒരു പോളിസി വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. ഇനി പ്രീമിയത്തിൽ നല്ല ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റൂം റെന്റ് റെസ്ട്രിക്ഷൻ ഉള്ള പോളിസി എടുക്കാം. പക്ഷെ നിങ്ങളുടെ റൂം റെന്റ് ലിമിറ്റിന് മുകളിലുള്ള റൂമിൽ നിങ്ങൾ എന്ത് ചെയ്താലും താമസിക്കരുത്. കാരണം നിങ്ങളുടെ ലിമിറ്റിന് മുകളിലുള്ള റൂമിൽ താമസിക്കുകയാണെങ്കിൽ ആ കാരണം പറഞ്ഞ് നിങ്ങളുടെ ടോട്ടൽ മെഡിക്കൽ ക്ലെയിമിന്റെ ഒരു പാർഷ്യൽ പെർസെൻറ്റേജ് കമ്പനി റിജക്ട് ചെയ്യും. അതിന്റെ മാത്സ് എങ്ങനെയാണെന്ന് ഞാനൊരു എക്സാമ്പിളിലൂടെ സിമ്പിളായിട്ട് കാണിച്ചു തരാം. നിങ്ങളൊരു മെഡിക്കൽ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവർ പറയാണ് നിങ്ങളുടെ ലിമിറ്റിലുള്ള റൂം അവൈലബിൾ അല്ല, പക്ഷെ കൂടിയ റൂം അവൈലബിൾ ആണ്. വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ആ റൂം എടുത്തു എന്ന് വിചാരിക്കുക. സപ്പോസ് നിങ്ങളുടെ ലിമിറ്റ് 3000, നിങ്ങൾ എടുത്ത റൂമിന്റെ കോസ്റ്റ് 4000 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ 75% ഓഫ് ദ റൂം റെന്റിനാണ് എലിജിബിലിറ്റി ഉള്ളൂ. ഈ പേരും പറഞ്ഞ് നിങ്ങൾക്ക് വന്ന മൊത്തം മെഡിക്കൽ ബില്ലിന്റെ 75% ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യുള്ളൂ. റിമൈനിങ് 25% അവർ റിജക്ട് ചെയ്യും. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ലാഭിച്ച പ്രീമിയത്തിന്റെ പല ഇരട്ടി പൈസ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ എടുത്ത് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് റൂം റെന്റ് റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തൊരു പോളിസി എടുക്കുക. വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ ഉള്ള ലിമിറ്റിന്റെ താഴെയുള്ള ഒരു റൂമിൽ വേണം നമ്മൾ താമസിക്കാനായിട്ട്. 5th ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഡിസീസ് വൈസ് സബ് ലിമിറ്റ് ആണ്. ഈ ഡിസീസ് വൈസ് സബ് ലിമിറ്റ് ഉള്ള പോളിസിക്ക് ചെറിയ പ്രീമിയത്തിന് നല്ല കവറേജ് കാണും. പക്ഷെ നമ്മൾ പോളിസി വേർഡിങ്സ് കറക്റ്റായിട്ട് വായിക്കുമ്പോഴാണ് ഓരോ ഡിസീസിനും അവരൊരു ലിമിറ്റ് ഏർപ്പെടുത്തിയത് നമ്മൾ കാണുക. ഇങ്ങനെയുള്ള പോളിസികൾ നിങ്ങൾ എന്തായാലും അവോയ്ഡ് ചെയ്യണം. കാരണം ഒരു നെഞ്ചുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോണ ആൾക്ക് ചിലപ്പോൾ 5 ലക്ഷം രൂപയുടെ ബൈപ്പാസ് സർജറി വേണ്ടി വരും. ആ സമയത്ത് നമുക്ക് ഹാർട്ട് റിലേറ്റഡ് കണ്ടീഷൻസിന് 2.5 ലക്ഷം രൂപ ലിമിറ്റ് ഉണ്ടെങ്കിൽ ബാക്കി 2.5 ലക്ഷം രൂപ നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. 6th ക്രൈറ്റീരിയ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് ആണ്.
60 ഡേയ്സ് പ്രീയും 180 ഡേയ്സ് പോസ്റ്റും ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് കവർ ചെയ്യുന്ന ഒരു പോളിസി വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. ഈ ഒരു പോളിസിയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോസ്പിറ്റലൈസേഷന് മുമ്പുള്ള ലാബ് ടെസ്റ്റുകൾ, ഡോക്ടർ വിസിറ്റുകൾ, ഹോസ്പിറ്റലൈസേഷന് ശേഷം വരുന്ന ഫോളോ അപ്പ് വിസിറ്റുകൾ, മരുന്നുകൾ എല്ലാം ഈ പോളിസിയിൽ കവേർഡ് ആയിരിക്കും. ഏഴാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിനുള്ള വെയിറ്റിംഗ് പീരീഡ് ആണ്. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ് ഏറ്റവും കുറവുള്ള പോളിസി വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. സ്റ്റാൻഡേർഡ് വെയിറ്റിംഗ് പീരീഡ് 3 years ആണ്. ഒരുമാതിരി എല്ലാ നല്ല ഇൻഷുറേഴ്സും ഒരു 3 year വെയിറ്റിംഗ് പീരീഡാണ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിന് ഓഫർ ചെയ്യുക. നമ്മുടെ ചെക്ക് ലിസ്റ്റിലത്തെ 8ാമത്തെ ക്രൈറ്റീരിയ ഡേ കെയർ എക്സ്പെൻസസ് ആണ്. എന്താണ് ഡേ കെയർ എക്സ്പെൻസസ്? കീമോതെറാപ്പി, ഡയാലിസിസ്, സ്റ്റോൺ റിമൂവൽ ഇതൊക്കെ സെയിം ഡേ ഡിസ്ചാർജ് ഉള്ള പ്രൊസീജിയേഴ്സ് ആണ്. ഇങ്ങനെ ലെസ് ദാൻ 24 hours കംപ്ലീറ്റ് ചെയ്യണ പ്രൊസീജിയേഴ്സിനെയാണ് ഡേ കെയർ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഇതിന് വരുന്ന എക്സ്പെൻസസിനെയാണ് ഡേ കെയർ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡേ കെയർ എക്സ്പെൻസസും കൂടി കവർ ചെയ്യുന്ന ഒരു പോളിസി വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. 9ാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് റെസ്റ്റോറേഷൻ ബെനിഫിറ്റ് ആണ്. ഫസ്റ്റ് ക്ലെയിമിന് ശേഷം ഫ്രീ ആയിട്ട് നിങ്ങളുടെ ഇൻഷുറൻസ് ബേസ് കവർ വരെ ടോപ്പ് അപ്പ് ചെയ്തു തരുന്ന ബെനിഫിറ്റിനെയാണ് റെസ്റ്റോറേഷൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു 1 time റെസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉള്ള പോളിസി എങ്കിലും മിനിമം എടുക്കണം. ഇതെങ്ങനെ നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളത് ഞാനൊരു എക്സാമ്പിളിലൂടെ കാണിക്കാം. നിങ്ങൾക്കൊരു 5 ലക്ഷം രൂപയുടെ ഫാമിലി ഫ്ലോട്ടർ പോളിസിയാണ് ഉള്ളതെന്ന് വിചാരിക്കുക. നിങ്ങൾ ഓൾറെഡി അതിന്മേൽ 4 ലക്ഷം രൂപ ക്ലെയിം ചെയ്തു. ബാക്കി നിങ്ങളുടെ വൈഫിന് എന്തെങ്കിലും വന്നാൽ ക്ലെയിം ചെയ്യാനായിട്ട് 1 ലക്ഷം രൂപയെ ബാക്കിയുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് റെസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉള്ള ഒരു പോളിസി ആണെങ്കിൽ അവർ നിങ്ങളുടെ വൈഫിനും ഒരു ക്ലെയിം വരികയാണെങ്കിൽ അപ് ടു 5 lakhs ക്ലെയിം ചെയ്യാൻ സമ്മതിക്കും. ഇതിനെയാണ് റെസ്റ്റോറേഷൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആഡ് ഓൺ ആയിട്ട് അൺലിമിറ്റഡ് റെസ്റ്റോറേഷൻ ബെനിഫിറ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ക്ലെയിംസ് ഉണ്ടെങ്കിൽ ഓരോ തവണയും ഇൻഷുറർ നിങ്ങളുടെ ഇൻഷുറൻസ് ബേസ് കവർ വരെ ടോപ്പ് അപ്പ് ചെയ്യും. നമ്മുടെ ചെക്ക് ലിസ്റ്റിലത്തെ 10ാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഗുഡ് ടു ഹാവ് ഫീച്ചേഴ്സ് ആണ്. നോ ക്ലെയിം ബോണസസ്, ഫ്രീ ആനുവൽ ചെക്കപ്പ്, കൺസ്യൂമബിൾസിനുള്ള കവറേജ്, ആയുഷ് ട്രീറ്റ്മെൻറ്റ്സിനുള്ള കവറേജ് ഇതൊക്കെയാണ് ചില ഗുഡ് ടു ഹാവ് ഫീച്ചേഴ്സ്. ഇതൊക്കെയുള്ളൊരു പോളിസി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊക്കെ വരുന്ന ചിലവുകൾ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇനി ഈ ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് ഞാൻ ഒരു 4-5 ഇൻഷുറൻസുകൾ ഇവാലുവേറ്റ് ചെയ്തു. അതിൽ ഞാൻ സെലക്ട് ചെയ്ത ഇൻഷുറൻസ് എന്ന് പറയുന്നത് HDFC ERGOന്റെ ഒപ്റ്റിമ സെക്യൂർ ആണ്. അപ്പോൾ ഒപ്റ്റിമ സെക്യൂർ എങ്ങനെ നമ്മുടെ ഈ ചെക്ക് ലിസ്റ്റിൻ്റെ ക്രൈറ്റീരിയ ആയിട്ട് മാച്ച് ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്രൈറ്റീരിയകളും HDFC ERGO ഓഫർ ചെയ്യണ ബെനിഫിറ്റുകളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാനൊരു 10 സെക്കൻഡ് കൂടി വീഡിയോ പോസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടെ ഒന്ന് ഗ്ലാൻസ് ചെയ്ത് നോക്കാൻ പറ്റും. ഇതുകൂടാതെ ഞാൻ റെഡിറ്റിലും മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ഏതാണെന്ന് ചെക്ക് ചെയ്തപ്പോൾ മിക്ക ആൾക്കാരും റെക്കമെൻഡ് ചെയ്തൊരു പോളിസിയാണ് HDFC ERGO ഒപ്റ്റിമ സെക്യൂർ. ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ. നിങ്ങൾക്കറിയണ ആരെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അവർക്കൊരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി കിട്ടാൻ നിങ്ങളൊരു നല്ല നിമിത്തമായി മാറട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ഹോളിഡേയ്സ്.